ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا إن جاءكم فاسق بنبأ فتبينوا أن تصيبوا قوما بجهالة فتصبحوا على ما فعلتم نادمين. ഏറെപ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, പടച്ച റബ്ബിന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും പാലിച്ച് ഭയപ്പെട്ട് മുത്തഖീങ്ങളായി, മുഖ്ലിസീങ്ങളായി, മുവഹ്ഹിദീങ്ങളായി ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പവിത്രമായ ദിവസങ്ങളിലാണ് നമ്മളുള്ളത്. ശ്രേഷ്ഠമായ ജുമഅയാണ്, ദുൽഹിജ്ജയിലെ ജുമഅ എന്നും നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ പറയുകയുണ്ടായി. വളരെ പ്രധാനപ്പെട്ട സമയത്തെ ക്രമീകരിച്ച് പുണ്യങ്ങളെ ധാരാളമായി നേടിയെടുക്കാൻ പറ്റിയ ഒരു സുവർണ അവസരമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ദിനങ്ങളിലൂടെ സാധ്യമാകുന്നത് എന്ന ഒരു ഓർമ്മയും തിരിച്ചറിവും ശ്രദ്ധയും നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണം. ഒരിക്കൽ യഹൂദികളിൽപ്പെട്ട ചില ആളുകൾ
ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബികളുടെ അടുക്കലേക്ക് കടന്നു വന്നിട്ട് അവര് പറഞ്ഞൊരു കാര്യമുണ്ട്. അന്ന ഉനാസൻ മിനൽ യഹൂദി ഖാലു, അവര് പറഞ്ഞു, ലൗ നസലത് ഹാദിഹി ആയത്തു ഫീനാ ലത്തഖദ്നാ ദാലിക്കൽ യൗമ ഈദ. ഈ ആയത്തെങ്ങാനും ഞങ്ങളുടെ മേലാണ് അവതരിച്ചിരുന്നതെങ്കിൽ ഞങ്ങൾ ആ ദിവസത്തെ ആഘോഷമാക്കുമായിരുന്നു എന്ന് പറയുകയാണ്. എന്നിട്ട് അവര് പറഞ്ഞു, ഏതാണ് ആയത്ത്? അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി എന്ന് തുടങ്ങുന്ന സൂറത്തു മാഇദയിലെ 3-ാമത്തെ ആയത്തിന്റെ ആ ഭാഗങ്ങളാണ് അവര് ഓതി കേൾപ്പിച്ചത്. ഇന്നേ ദിവസം നിങ്ങളുടെ ദീൻ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. അതേപോലെ തന്നെ ഇന്നേ ദിവസം നിങ്ങൾക്ക് നാം നിങ്ങളുടെ അനുഗ്രഹത്തെ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടെന്ന് പറയുന്ന കാര്യമുണ്ട്. എന്താണ് അവിടെന്ന് പറഞ്ഞത്? ഇന്നി ലഅലമു അയ്യ മക്കാനിൻ ഉൻസിലത്. തീർച്ചയായും എനിക്ക് ഏറ്റവും നന്നായിട്ട് അറിയാം ഏതൊരു സ്ഥലത്ത് വച്ചാണ് ഈ ആയത്ത് ഇറങ്ങിയത് എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാഖിഫുൻ ബിഅറഫ, അല്ലാഹുവിന്റെ റസൂൽ അറഫയിൽ നിൽക്കുമ്പോഴാണ് ഈ ആയത്ത് അവതരിച്ചത് എന്നുള്ളതാണ്. നമ്മൾ ചിന്തിക്കേണ്ടതും ആലോചിക്കേണ്ടതും ഈ ഒരു അറഫയുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രസംഗവുമായി ബന്ധപ്പെട്ട് ഹജ്ജത്തുൽ വിദാഇന്റെ ധാരാളം സന്ദേശങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് നൽകുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഹിജറ 10-ാം വർഷം കഴിഞ്ഞ് ഹിജറ 1446 അതല്ലെങ്കിൽ അതിന്റെ വർഷങ്ങൾ നമ്മൾ ഇങ്ങനെ എത്തി നിൽക്കുമ്പോൾ ഹജ്ജിന്റെ കൃത്യമായിട്ടുള്ള ചലനങ്ങളും അതിന്റെ ദിവസങ്ങളും നമ്മുടെ മുമ്പിൽ ഇങ്ങനെ അടുത്തു നിൽക്കുന്ന സാഹചര്യത്തിൽ പ്രതീക്ഷയോടെയും തന്റെ സ്വപ്നങ്ങളുമൊക്കെ പൂവണിയാൻ പോകുന്ന വല്ലാത്ത പ്രതീക്ഷയിലും ഈറനണിഞ്ഞ പ്രാർത്ഥനകളിലും ഒക്കെ നിരതമായിട്ടാണ് ഹാജിമാർ കഴിച്ചുകൂട്ടിക്കൊണ്ടിരിക്കുന്നത്. പലരും സ്വപ്നം കണ്ട നാടിനെ നേരിൽ കണ്ട സന്തോഷം അവർക്കുണ്ടാകും. കഅബയും അതുപോലെ മസ്ജിദുൽ ഹറമും മസ്ജിദുൻ നബവിയുമൊക്കെ അവരിങ്ങനെ ഈ സമയത്ത് പല രൂപത്തിൽ അവർ കാണുമ്പോൾ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ലോകത്തിന് അറഫ വിളിച്ചോതി നൽകുന്ന സന്ദേശങ്ങൾ എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുന്നുണ്ടല്ലോ, അൽ ഹജ്ജു അറഫ. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അത് അറഫയാണ്. അറഫയിൽ ഒരു സെക്കൻഡ് പോലും കഴിച്ചു കൂട്ടാത്തവന് ഹജ്ജില്ല എന്നത് നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. ആ ഹജ്ജ് എന്നത് അറഫയിൽ നിൽക്കുമ്പോ അതിലൂടെയാണ് അത് പൂർത്തീകരിക്കപ്പെടുന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ചവരും മനസ്സിലാക്കിയവരുമാണ്. ഈ അറഫയെ കുറിച്ചും അതിൽ അടിമകൾ ഒരുമിച്ച് കൂടുന്നതിനെ കുറിച്ചും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് അഭിമാനം കൂറും എന്ന് ഹദീസുകളിൽ കാണാം. മലക്കുകളെ, എന്റെ അടിമകൾ പൊടിപാറിയ നിലയിൽ യാത്ര ചെയ്ത് പ്രയാസപ്പെട്ട് അവർ വന്നിരിക്കുന്നത് കണ്ടില്ലേ എന്ന് അല്ലാഹു മലക്കുകളോട് ചോദിക്കും എന്നൊക്കെ ഹദീസുകൾ വായിക്കുമ്പോൾ നമുക്ക് അറഫയുമായി ബന്ധപ്പെട്ട രംഗങ്ങളെ നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട്. അറഫയുടെ ദിവസത്തിലുള്ള ദുആക്ക് അന്ന് ഏറ്റവും കൂടുതൽ നരകമോചനം നടക്കുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ അറഫയുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനയുടെ ആ സമയത്ത് അവിടെ പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനകളുടെ സ്വീകാര്യതയെ കൃത്യമായി നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. എത്ര വലിയ സൗഭാഗ്യങ്ങളാണ്, എത്ര വലിയ ഭാഗ്യമാണ് അവിടെ ഒത്തുചേരുന്നവർക്ക് ലഭിക്കുന്നത് എന്നത് സഹോദരങ്ങളെ നമ്മൾ ആലോചിക്കുകയും പ്രായത്തിന്റെയോ സമയത്തിന്റെയോ
പ്രാരാബ്ദങ്ങളുടെയോ പേര് പറഞ്ഞ് ഹജ്ജ് കർമ്മത്തിൽ നിന്ന് ആരെങ്കിലും ഒക്കെ വിട്ടു നിൽക്കുന്നുണ്ടെങ്കിൽ സമ്പത്തൊക്കെ ഉണ്ട്, പക്ഷെ പല ഭൗതികമായ പല കാരണങ്ങളുമാണ് പോകാൻ അവർക്ക് സാധിക്കാത്തത് എങ്കിൽ സഹോദരങ്ങളെ അവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്ത് ഈ ഒരു ഹജ്ജ് എന്ന നിർബന്ധ കർമ്മം അതൊരാൾക്ക് ചെയ്യാൻ സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഒന്നാമതായി നമ്മൾ ആ പ്രവാചകന്റെ വിടവാങ്ങൽ ഹജ്ജത്തുൽ വിദാഇന്റെ പ്രസംഗത്തിൽ നാം പഠിക്കുന്ന ഒന്നാമത്തെ കാര്യം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യന്മാരെ, ഇസ്മഉ ഖൗലി, എന്റെ വാക്കിനെ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഫഇന്നി ലാ അദ്രി ലഅല്ലി ലാ അൽഖാകും ബഅദ യൗമി ഹാദാ ഫി ഹാദൽ മൗഖിഫ്. എനിക്കറിയില്ല ഈ ദിവസം കഴിഞ്ഞാൽ ഇനി ഇങ്ങനെയൊരു കൂടിക്കാഴ്ച ഇവിടെ വെച്ചുണ്ടാകുമോ എന്ന് എനിക്കറിയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ് ആ പറഞ്ഞു കൊടുക്കുന്നതിന്റെ ഉദ്ദേശം? എന്താണ്? അവിടുന്ന് പൂർണ്ണമായി ഈ ലോകത്ത് നിന്ന് വിടവാങ്ങുന്നു എന്ന ഒരു മുന്നറിയിപ്പും ഒരു സന്ദേശവുമാണ് അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് കൊടുക്കുന്നത്. സഹോദരങ്ങൾ, പരിശുദ്ധ ഖുർആനിലെ ആയത്തിറങ്ങി, സൂറത്തുൻ നസ്റിന്റെ ആയത്തുകൾ ഇറങ്ങുകയാണ്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്തൻ നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർ ഇന്നഹു കാന തവ്വാബാ. ആ സൂറത്ത് ഇങ്ങനെ അവതരിക്കുകയാണ്. അല്ലാഹുവിന്റെ സഹായവും അവന്റെ വിജയവും വന്നെത്തിക്കഴിഞ്ഞാൽ, ജനങ്ങൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് വന്നെത്തിക്കഴിഞ്ഞാൽ, നബിയെ താങ്കൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുകയും അല്ലാഹുവിനെ സ്തുതിക്കുകയും ഒക്കെ ചെയ്യണം എന്ന് പറയുന്ന രംഗങ്ങൾ, ഒരു കാര്യത്തിന്റെ പൂർത്തീകരണം, അതിന്റെ പൂർത്തീകരണം വന്നു കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാകുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ നുഖ്സാൻ, പിന്നെ അതിലൊരു കുറവ് വന്നു ചേരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ആ കുറവ് എന്താണ്? ആ പ്രവാചകന്റെ വിയോഗമാണ് എന്ന് പഠിപ്പിക്കുകയാണ്. ഏത് നിമിഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കാര്യത്തെ സ്വഹാബത്തിന് ഇങ്ങനെ പഠിപ്പിക്കുന്ന രംഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. സ്വഹാബ, ഖുദു അന്നി മനാസികകും, നിങ്ങൾ എന്നിൽ നിന്ന് ഹജ്ജിന്റെ കർമ്മങ്ങൾ നോക്കി കണ്ട് പഠിക്കണേ സ്വഹാബ. അറിയില്ല അടുത്ത വർഷം ഞാൻ ഞങ്ങളുടെ കൂടെ ഉണ്ടാകുമോ എന്ന് അറിയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. എത്ര ശ്രദ്ധയായിരുന്നു പ്രവാചകന്. ഒരു ഇബാദത്ത് ചെയ്യുന്നിടത്ത് ആ പ്രവാചകന്റെ ചര്യകളെ പിൻപറ്റി ചെയ്യണം എന്ന കൃത്യമായ ബോധ്യത്തെയും അറിവിനെയും നൽകുന്നിടത്ത് ആ പ്രവാചകൻ എത്ര ശ്രദ്ധിച്ചിരുന്നു. അവസാനത്തെ ഹജ്ജും ആദ്യത്തെ ഹജ്ജും ചെയ്യുന്ന വേളയിൽ പോലും സ്വഹാബത്തിനെ വീണ്ടും വീണ്ടും ഉണർത്തിക്കൊണ്ട് നോക്കണേ, കാണണേ, പഠിക്കണേ, ശ്രദ്ധിക്കണേ, മാറിപ്പോകരുതേ, അതൊക്കെ കണ്ട് പഠിച്ച് അതുപോലെ ചെയ്യണേ. അതൊക്കെ എന്താ ഇങ്ങനെയൊക്കെ ചെയ്ത പ്രശ്നം, ഇങ്ങനെയൊക്കെ ചെയ്ത പോരെ എന്നൊക്കെ അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തുകളെ ലഘൂകരിച്ചും ചെറുതാക്കിയും തനിക്കിഷ്ടമുള്ള രൂപത്തിൽ ഇബാദത്തുകളെ പരിഗണിച്ചും ഒക്കെ മുന്നോട്ട് പോകുന്നവർക്ക് ഇവിടെ വലിയൊരു സന്ദേശമുണ്ട്. തനിക്കിഷ്ടമുള്ള രൂപമല്ല, മറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ കാണിച്ചു തന്നു, അല്ലെ സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിച്ച് കാണിച്ചു തന്നുവോ അതുപോലെ നിങ്ങൾ നിസ്കരിക്കണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. മാതൃക വേണം, കൃത്യമായ രൂപം വേണം, എങ്ങനെ ചെയ്യണമെന്ന് കാണിച്ചു തരണം. അതിന്റെ മാതൃകകളെ അന്വേഷിക്കണം, പഠിക്കണം, അത് പരമാവധി പകർത്തി കൃത്യത വരുത്തണം തന്റെ ജീവിതത്തിൽ ഓരോ അമലുകൾ ചെയ്യുമ്പോഴും എന്നത് വലിയ സന്ദേശമായി നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ? ഒരു മുസ്ലിമിന്റെ രക്തം എന്ന് പറയുന്നത് അത് പവിത്രമാണ്. ഒരു മുസ്ലിമിന്റെ രക്തം ഏതുപോലെ പവിത്രമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളോട് ചോദിക്കുന്നുണ്ട്, യാ അയ്യുഹന്നാസ് അയ്യു യൗമിൻ ഹാദാ,
ഇന്ന് ഏത് ദിവസമാണ്? ഖാലു, അവർ പറഞ്ഞു യൗമുൻ ഹറാമുൻ, ഇന്ന് അത് പവിത്രമായ ദിവസമാണ്. ഖാല ഫഅയ്യു ബലദിൻ ഹാദാ, ഇന്ന് ഇത് ഏത് നാടാണ്? അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബത്ത് പറഞ്ഞു, പ്രവാചകരെ, ബലദുൻ ഹറാമുൻ, പവിത്രമായ നാടാണ്. ഫഅയ്യു ശഹരിൻ ഹാദാ, ഏത് മാസമാണ്? സ്വഹാബത്ത് പറഞ്ഞു ശഹറുൻ ഹറാമുൻ, പവിത്രമായ മാസമാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്ന കാര്യം എന്താണ്? ഫഇന്ന ദിമാഅക്കും, തീർച്ചയായും നിങ്ങളുടെ രക്തം, വഅംവാലക്കും, നിങ്ങളുടെ സമ്പത്ത്, വഅറാദക്കും, നിങ്ങളുടെ അഭിമാനം, അലൈക്കും ഹറാമുൻ, അത് പവിത്രമാണ്. കഹുറുമത്തി യൗമിക്കും ഹാദാ, ഇന്നത്തെ ദിവസത്തെ പോലെ പവിത്രമാണ്. കഹുറുമത്തി യൗമിക്കും ഹാദാ ഫി ബലദിക്കും ഹാദാ, ഈ നാടിനെ പോലെ പവിത്രമാണ്. ഫി ശഹരിക്കും ഹാദാ, ഈ മാസത്തെ പോലെ പവിത്രമാണ്. നിങ്ങൾ ആലോചിക്കുക, അല്ലാഹുവിന്റെ റസൂല് മക്കയെ പോലെ പവിത്രമാണ്, ദുൽഹിജ്ജയെ പോലെ പവിത്രമാണ്. അതേപോലെ തന്നെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറഫയെ പോലെ പവിത്രമാണ് എന്ന് പറഞ്ഞ ഒരു മുസ്ലിമിന്റെ അഭിമാനത്തെ ഏതെങ്കിലും വാക്കുകൾ കൊണ്ട് ക്ഷതം വരുത്താൻ, നോട്ടം കൊണ്ട് ക്ഷതം വരുത്താൻ, അതല്ലെങ്കിൽ ഏതെങ്കിലും ആരോപണങ്ങൾ കൊണ്ട് ക്ഷതം വരുത്താൻ, സഹോദരങ്ങൾ, ഒരിക്കലും ഒരു മുസ്ലിമിന് പാടില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. വാട്സാപ്പിൽ ഒരു മെസ്സേജ് അങ്ങോട്ട് കൊടുത്താൽ മതി, പക്ഷേയോ മറ്റേ അപ്പുറത്ത് നിൽക്കുന്നവൻ ഈ നിലക്ക് പവിത്രമായ മനുഷ്യനാണ് എന്ന തിരിച്ചറിവിന്റെ ചിന്ത നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല, നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. അത്രയും പവിത്രത പഠിപ്പിക്കുകയാണ്. മക്കയെ എത്ര പവിത്രമായിട്ടാണ് നമ്മൾ കാണുന്നത്, ദുൽഹിജ്ജയെ എത്ര പവിത്രമായിട്ടാണ് കാണുന്നത്, അറഫയെ എത്ര പവിത്രമായിട്ടാണ് കാണുന്നത്. ഇതുപോലെ തന്റെ അടുത്തിരിക്കുന്ന മുസ്ലിമിന്റെ അഭിമാനത്തെ, അവന്റെ രക്തത്തെ, അവന്റെ സമ്പത്തിനെ, സഹോദരങ്ങളെ പവിത്രമായി കാണുന്നിടത്ത് നമ്മൾ എന്ത് ശ്രദ്ധിക്കുന്നുണ്ട് എന്നത് ഞാനും നിങ്ങളും ആലോചിക്കണ്ടേ. കേവലം അല്ലാഹുവിന്റെ റസൂൽ പവിത്രമാണ് എന്ന് പറഞ്ഞു പോയിരിക്കുകയല്ല. ഉദാഹരണം പറഞ്ഞ പ്രവാചകൻ പോയേ, ഉപപറഞ്ഞിട്ട് പോയെ, ഇതുപോലെ ഇതുപോലെ ഇതുപോലെ. എത്ര വലിയ ഗൗരവമാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. എന്ത് ശ്രദ്ധിക്കണം? അവന്റെ ഒരു നിലക്കുമുള്ള അവന്റെ ശാരീരികമായ, അതല്ലെങ്കിൽ സ്വഭാവമായ അവന്റെ രക്തത്തിന്റെ അവസ്ഥയാകട്ടെ, ഒന്നും തന്നെ ഒരു നിലക്കും അവന്റെ മേലൊരു പോറൽ ഏൽപ്പിക്കുന്നിടത്ത് നമ്മൾ ഭാഗവാക്കാക്കി കൂടാ എന്നത് വളരെ പ്രധാനമാണ്. പരിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞില്ലേ, ആരെങ്കിലും ഒരു മുഅ്മിൻ മനഃപൂർവം വധിച്ചു കഴിഞ്ഞാൽ ഫജസാഉഹു ജഹന്നമു ഖാലിദൻ ഫീഹാ, അവനുള്ള പ്രതിഫലം നരകമാണ്, അവൻ ആ നരകത്തിൽ നിത്യവാസിയാണ്. വഗളിബല്ലാഹു അലൈഹി വലഅനഹു, അല്ലാഹുവിന്റെ കോപവും ശാപവും അവന്റെ മേലുണ്ട്. വഅദ്ദ ലഹു അദാബൻ അദീമാ, വമ്പിച്ച ശിക്ഷയാണ് അല്ലാഹു അവന് ഒരുക്കി വെച്ചിട്ടുള്ളത്. നോക്കി അല്ലേ? അതുകൊണ്ടാണ് ഒരു വിശ്വാസിയുടെ നേരെ, ഒരു മുഅ്മിന്റെ നേരെ ഒരു ആയുധം പോലും ചൂണ്ടാൻ പറ്റൂല. അല്ലെ? മലക്കുകൾ ശപിക്കുന്നതാണ്. അല്ലെ? ഒരു ആയുധം ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ചൂണ്ടാൻ പോലും ഇസ്ലാം അനുവദിക്കണില്ല. ഒരു മൂർച്ചയുള്ള ആയുധം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിന്റെ മൂർച്ചയുള്ള ഭാഗം അത് നിങ്ങൾ പിന്നോട്ടാക്കി വെക്കണം. ഇസ്ലാം പഠിപ്പിക്കുക. അതെന്ത് ചെയ്യാൻ പാടില്ല? മറ്റുള്ളൊരുത്തന് ദ്രോഹമായി പോകാൻ പാടില്ല. എത്ര വലിയ സിദ്ധാന്തങ്ങളും ശ്രദ്ധയും കരുതലുമാണ് ഇസ്ലാം നമ്മളോട് പഠിപ്പിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച്, ഈ കരുതൽ അത് നമ്മളോടുള്ള സ്നേഹമാണ്. ഈ കരുതൽ നമ്മളോടുള്ള ഇഷ്ടമാണ് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഒരാളുടെ ജീവൻ രക്ഷിച്ചാൽ മാലോകരെ മുഴുവൻ രക്ഷിച്ചതുപോലെയാണ്. ഒരാളെ കൊന്നാലോ മാലോകരെ മുഴുവൻ കൊന്നതുപോലെയാണ് എന്ന് പഠിപ്പിക്കപ്പെട്ട അധ്യാപനത്തിന്റെ വക്താക്കൾക്ക് എങ്ങനെയാണ് ഒരാളെ കൊല്ലാൻ സാധിക്കുക? ഈ അധ്യാപനങ്ങളെ കൃത്യമായി ഉൾക്കൊണ്ട് ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഒരാളെ ദ്രോഹിക്കാൻ സാധിക്കുക? ഒരുത്തന്റെ രക്തം ചീന്തിക്കിടക്കുമ്പോൾ എങ്ങനെയാണ് സന്തോഷിക്കാൻ സാധിക്കുക? ഒരിക്കലുമില്ല. അതുകൊണ്ട് പഠിക്കാത്തവരും അറിയാത്തവരും ദീനിനെ പൂർണ്ണമായി ഉൾക്കൊള്ളാത്തവരുമാണ് ഈ ആവേശ കമ്മിറ്റികളായി പലയിടത്തും പല നിലക്കും പലതും ചെയ്തു കൂട്ടുന്നത്. പക്ഷെ അതൊക്കെ വ്രണപ്പെടുത്തുന്നതും അതൊക്കെ നശിപ്പിക്കുന്നതും ഇസ്ലാം എന്ന പവിത്രമായിട്ടുള്ള ആ മതത്തിന്റെ അന്തസ്സിനെയാണ് എന്ന് നമ്മൾ മറന്നു പോകാൻ പാടില്ല. ഒരു തീരുമാനം നമ്മൾ എടുത്താൽ മതി. ഞാൻ കാരണം ഇസ്ലാമിന്റെ അന്തസ്സിന് ഒരു പോറൽ വരുത്താൻ ഞാൻ അനുവദിക്കില്ല എന്നൊരു തീരുമാനം ഓരോ മുസ്ലിം എടുത്തു
കഴിഞ്ഞാൽ സഹോദരങ്ങളെ പഠിക്കും സമൂഹം, ഇസ്ലാമിനെ പഠിക്കും, ഇസ്ലാമിലേക്ക് കടന്നു വരും, കൂട്ടം കൂട്ടമായി ഇസ്ലാമിനെ സ്വീകരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. സഹോദരങ്ങളെ, ഒരു മുസ്ലിമിന്റെ ധനം അത് പവിത്രമാണ്, അത് അന്യായമായി കളവ് നടത്താൻ പാടില്ല. പലപ്പോഴും ഇപ്പൊ മുസ്ലിങ്ങൾ തന്നെ പറഞ്ഞു തുടങ്ങിയത് ഇപ്പൊ കാക്കാമാരായിട്ട് കച്ചവടം ചെയ്യാനാ പേടി, ഈ മറ്റുള്ളവരൊക്കെ കുറച്ചൊക്കെ മാന്യന്മാരാണ്. കാര്യമാണ്, പൈസ കൊടുത്താലും കിട്ടൂല, കടം കൊടുത്താലും കിട്ടൂല, പിന്നെ അവരെ പുറകെ നടന്ന് പിന്നെ അവരുടെ ജീവിതം നമ്മൾ കേൾക്കേണ്ടി വരും. എന്തൊരു പ്രയാസ. അങ്ങനെയൊക്കെ കച്ചവടം ചെയ്യുന്നു, സെയിലിനൊക്കെ നടക്കുന്ന ആൾക്കാർ പറയൽ തുടങ്ങി. എന്താണ് ഇപ്പൊ മറ്റവരാണ് കുറച്ചും കൂടിയൊക്കെ ബെറ്റർ എന്ന്. ആരാ ഈ പറയിപ്പിച്ചത്? ആരാ ഇങ്ങനെയൊക്കെ ആളുകളെ കൊണ്ട് പറയിപ്പിക്കുന്നത്? സഹോദരങ്ങളെ, നമ്മൾ മതത്തെ കൃത്യമായി ഉൾക്കൊണ്ട് ജീവിതത്തിൽ അത് പ്രസന്റ് ചെയ്യാത്തതിന്റെ പ്രശ്നങ്ങൾ അത് ഇസ്ലാമിന്റെ നേരെ മറ്റുള്ളവർ പറയുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മുസ്ലിം, ആരെങ്കിലും ഒരു മുസ്ലിമിന്റെ ധനത്തെ അന്യായമായി ഒരു കള്ള സത്യം കൊണ്ട് ഒരു മുസ്ലിമിന്റെ ധനത്തെ അന്യായമായി അപഹരിച്ചെങ്കിൽ അവൻ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നത് അല്ലാഹു അവന്റെ മേൽ കോപിക്കുന്ന അവസ്ഥയിലാണ്. തന്റെ കച്ചവട സാധനം എങ്ങനെയെങ്കിലും ഒന്ന് വിട്ടുപോകാൻ വേണ്ടി ഒരു കള്ളം പറഞ്ഞ് പേമ്പുടി പറഞ്ഞ് അല്ലേ ഒരാളിങ്ങനെ വരാ പേരെന്താ അല്ലെ അങ്ങനെയൊക്കെ ചോദിച്ചു വരുന്നൊരു കാലഘട്ടമായി തുടങ്ങുകയാണ്. അല്ലാഹു രക്ഷിക്കുമാറാകട്ടെ. എന്താണ് ഒരു മുഅ്മിന്റെ കടയിലേക്ക് വന്നിട്ട് ചോദിക്കുക, എന്താ ഈ സാധനം എങ്ങനെയുണ്ട്? ആ കുഴപ്പമില്ല. ഇവന്റെ മനസ്സിലെ വിചാരിക്കണം എന്ത്, അത് പോകാതെ കിടക്കണ സാധനം എങ്ങനെയെങ്കിലും ഇവന്റെ തലയിൽ എന്ത് ചെയ്യണം, അതൊന്ന് കെട്ടിവെക്കണം. ഞാൻ ചിന്തിക്കാണ്, ആര് ഈ മുഅ്മിൻ, മറ്റവൻ എന്താ പ്രതീക്ഷ? അവൻ ചതിക്കൂല, അവൻ വഞ്ചിക്കൂല, അവൻ അഞ്ചര പള്ളി പോണ ആളാണ്, കുഴപ്പമൊന്നുമില്ല, നല്ല മനുഷ്യനായിരിക്കും, അതുകൊണ്ട് ഇവന്റെ അടുത്ത് തന്നെ വാങ്ങാന്ന് വിചാരിച്ചിട്ടാ ഈ പാപം സാധു ചെല്ലുന്നത്. എന്നാലോ ഇവനെന്താണ്, ഇവനൊരു ഇരയെ കിട്ടിയ ഒരു മൂഡിലാണ്. എന്നിട്ടോ അവനെ പറ്റിക്കാണ്. സഹോദരങ്ങളെ, ഇവിടെ ഒരു പക്ഷേ അതൊക്കെ ഇങ്ങനെ നടന്നു വരാം. പക്ഷെ അല്ലാഹുവിന്റെ കോടതിയിൽ നാളെ ചെല്ലുമ്പോൾ നിന്റെ മേൽ അല്ലാഹ് കോപിക്കാതെ നിന്നെ വിടില്ലടോ എന്ന് അല്ലാഹ് പഠിപ്പിക്കുക. എന്തിനാ പഠിപ്പിക്കണേ? ഇവിടെ ചിലപ്പോൾ നിനക്ക് തോന്നും കുഴപ്പമൊന്നുമില്ല, അതൊക്കെ അങ്ങനെ കഴിച്ചിലായി എന്ന്. പക്ഷെ നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നിന്നെ വിടില്ല. അതുകൊണ്ടല്ലേ നല്ലൊരു കച്ചവടക്കാരൻ, സ്വാദിഖായ കച്ചവടക്കാരന് അല്ലാഹ് നൽകുന്ന അവന്റെ ദറജ എന്താണ്? ഷഹീദിന്റെ കൂലിയാണ്. സത്യസന്ധനായ കച്ചവടക്കാരന് ഷഹീദിന്റെ കൂലിയുണ്ട് എന്ന് പറഞ്ഞ് വെറുതല്ല. അങ്ങനെ കച്ചവടം ചെയ്യണമെങ്കിൽ കുറച്ചൊക്കെ എന്തുണ്ട്, നല്ല ത്യാഗമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. സഹോദരങ്ങളെ, ആരെ വഞ്ചിച്ചാലും പണം ഉണ്ടാക്കിയാൽ മതി എന്ന രൂപമല്ല, ആരൊക്കെ മരിച്ചാലും ലാഭം കിട്ടിയാൽ മതി എന്ന സിദ്ധാന്തമാണ് ആധുനിക തലമുറയെ കയറിപ്പിടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അവർ ലഹരി കൊണ്ടു നടക്കുന്ന ആൾക്കാരാകുന്നത്. തന്റെ ബൈക്കിലും തന്റെ ബാഗിലും ലഹരി കൊണ്ടു നടന്ന് മറ്റുള്ളവർക്ക് സപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന നാണയത്തുട്ടുകളുടെ പുറകെ നടക്കുന്നതിന്റെ ആവേശം എന്തുകൊണ്ടാ? ആര് മരിച്ചാലും വേണ്ടില്ല, ലഹരി ആരുപയോഗിച്ചാലും വേണ്ടില്ല, എനിക്ക് പൈസ കിട്ടണമെന്ന പൈസയോടും പണത്തോടുമുള്ള ആർത്തി ഉണ്ടല്ലോ. നമ്മുടെ വീട്ടിൽ നമ്മുടെ സ്വഭാവത്തിൽ നിന്നും പലപ്പോഴും മക്കൾ അത് എടുക്കണുണ്ടോ എന്നൊരു സംശയം ഈ കാലഘട്ടത്തിൽ നമ്മൾ പേടിക്കേണ്ടതാണ്. മക്കൾക്ക് സമ്പത്തിനേക്കാൾ വലുത് മൂല്യമാണ്, സത്യമാണ്, ധർമ്മമാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നിടത്തേക്ക് നമ്മൾ വളരണം. പറഞ്ഞു കൊടുക്കണം, പണല്ല വലുത്, അത് നീതിയാണ്. പണല്ല വലുത്. വാപ്പ ഇങ്ങനെ കച്ചവടത്തിൽ കച്ചവടം ഇപ്പൊ ചെയ്ത നഷ്ടമാണ്, എന്നാലും വാപ്പ വാക്കു കൊടുത്തതാണ്, അതുകൊണ്ട് നഷ്ടം വന്നാലും വേണ്ടില്ല, ആ കച്ചവടം വാപ്പ ചെയ്യും. ഈ ഒരു ധാർമ്മിക ബോധത്തിൽ നിന്നുകൊണ്ട് മക്കൾക്ക് സന്ദേശങ്ങളെ വിളംബരം ചെയ്യാൻ നമുക്ക് പറ്റണം സഹോദരങ്ങളെ. അങ്ങനെയൊക്കെ പറ്റുമ്പോഴാണ് എന്ത് ചെയ്യുക, മക്കളിൽ അതിന്റെ ആ ഉറപ്പും അല്ലെ. ഇന്ന് സൈക്കോളജി പറയുന്നത് അറിയോ, പറയുന്നതിനേക്കാൾ കാണിച്ചു കൊടുക്കുന്നത് മറക്കില്ല മക്കൾ എന്നുള്ളതാണ്. പറയുന്നതിനേക്കാൾ കാണിച്ചു. സൈക്കോളജിക്ക് മുമ്പ് അല്ലാഹു റസൂലും പറഞ്ഞ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിന്ന് കുട്ടികളെ പഠിപ്പിച്ചത് കാണിച്ചു കൊടുത്തത് കൊണ്ടാണ്. പലതും കാണിച്ചും പഠിപ്പിച്ചും കേൾപ്പിച്ചും ഒക്കെ അല്ലാഹുവിന്റെ റസൂൽ കുട്ടികളെ അദബുകൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പറയുന്നത് സഹോദരങ്ങളെ, ഒരാളുടെയും സമ്പത്ത് അപഹരിക്കാൻ പാടില്ല, അഭിമാനം അത് അപഹരിക്കാൻ പാടില്ല. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, എന്താണ് ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ, നിങ്ങളുടെ അടുക്കലേക്ക് ഒരു ഫാസിഖ്, ഒരു തമ്മാടി ഒരു വാർത്തയുമായി കടന്നു വന്നു കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ ഫതബയ്യനു അൻ തുസീബു ഖൗമൻ ബിജഹാലത്തിൻ ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ. അതെ, നിങ്ങൾ അതിനെക്കുറിച്ച് കൃത്യമായി അന്വേഷിക്കുകയും അതിനെ കൃത്യമായി ആവരണം ചെയ്യുകയും അതിനെ കൃത്യമായി പഠിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. വിഡ്ഢിത്തത്തിൽ വല്ല ജനങ്ങൾക്കും നിങ്ങൾ ആപത്തുണ്ടാക്കുകയും എന്നിട്ട് നിങ്ങൾ ചെയ്തതിന്റെ പേരിൽ നിങ്ങൾ ഖേദിക്കാതിരിക്കുകയും ചെയ്തേക്കുമെന്നതിനാൽ അതുകൊണ്ട് ഇങ്ങനെ കൽപ്പിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. എടുത്ത വഴിക്ക് കേട്ട പാതി കേൾക്കാത്ത പാടി എടുത്തു ചാടുന്ന സ്വഭാവം ആർക്കില്ല? ഒരു വിശ്വാസിക്കില്ല. അവൻ അതിനെക്കുറിച്ച് അന്വേഷിക്കും, അതിനെക്കുറിച്ച് ആലോചിക്കും, അതിനെക്കുറിച്ച് കൃത്യമായ സ്രോതസ്സുകളിൽ നിന്ന് ശരിയാണോ എന്ന വിവരണങ്ങളും അല്ലെ അന്വേഷണങ്ങളും അവന്റെ ഭാഗത്ത് ഉണ്ടാകും എന്നുള്ളതാണ്. യാ അയ്യുഹല്ലദീന ആമനു ലാ യസ്ഖർ ഖൗമുൻ, സത്യവിശ്വാസികളെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? നിങ്ങൾ ഒരു വിഭാഗത്തെയും പരിഹസിക്കരുത്. എന്താണ് കാരണം? മിൻ ഖൗമിൻ അസാ യകൂനു ഖൈറൻ മിൻഹും, അവരെക്കാൾ ഒരുപക്ഷേ അവര് ഉത്തമരായിരിക്കും എന്നുള്ളത് കൊണ്ടാണ്. വലാ നിസാഉ മിൻ നിസാഇൻ അസാ യകുന്ന ഖൈറൻ മിൻഹുന്ന, ഒരു പെണ്ണും മറ്റൊരു പെണ്ണിനെ ആക്ഷേപിക്കരുത്, ഒരുപക്ഷേ അവരെക്കാൾ ഖൈർ ഇവരായിരിക്കുമെന്ന പരിശുദ്ധ ഖുർആനിന്റെ വാചകങ്ങൾ സഹോദരങ്ങൾ ആലോചിക്കണം. വിരലില്ലാത്തവൻ കൈയില്ലാത്തവൻ വിരലില്ലാത്തവനെ കളിയാക്കുന്ന കാലാണ്, കാലില്ലാത്തവൻ കാലിന്റെ വിരലില്ലാത്തവനെ കളിയാക്കുന്ന കാലമാണ്. സഹോദരങ്ങൾ ആലോചിക്കണം. ചെവിയില്ലാത്തവൻ ചെവിക്കൊരു ചെറിയ മടക്ക് വന്നവനെ കളിയാക്കുന്ന കാലമാണ്. ശ്രദ്ധിക്കണം, പാടില്ല. അവിടെയൊക്കെ നമ്മൾ നമ്മുടെ അഭിമാനത്തെ, ഒരു സത്യവിശ്വാസിയുടെ, ഒരു മുസ്ലിമിന്റെ അഭിമാനത്തെ ക്ഷതം വരുത്തുന്ന ഒരു അവസ്ഥയും ഒന്നും നമ്മൾ എടുക്കാൻ പാടില്ല എന്നുള്ളത് കൃത്യമായി ശ്രദ്ധിക്കണം. ജാഹിലിയ്യത്തിന്റെ തിന്മകൾ ഒരിക്കലും നമ്മൾ പേറിക്കൊണ്ട് നടക്കാൻ പാടില്ല. അതിൽപ്പെട്ടതാണ് പലിശ എന്ന് പറയുന്നത്. ഒരിക്കലും ജാഹിലിയ്യത്തിന്റെ തിന്മകൾ, ഇത് പല ന്യായീകരണങ്ങളുമാണ്. ബിസിനസ് തുടങ്ങാൻ, വണ്ടി വാങ്ങാൻ, അല്ലെ പല നിലക്കും എന്ത് ചെയ്യുന്നു, കച്ചവടം തുടങ്ങാൻ, അങ്ങനെ പല നിലക്കും വീട് വെക്കാൻ, പല നിലക്കുമുള്ള ന്യായീകരണങ്ങളാണ്. ഈ ന്യായീകരണങ്ങളൊന്നും പലിശയുമായി രംഗത്ത് പാടില്ല സഹോദരങ്ങളെ. അല്ലെ ഏറ്റവും ചെറിയ അതിന്റെ ആ ശിക്ഷയെ കുറിച്ച് പറഞ്ഞപ്പോ പലിശ 70 പരം ഭാഗങ്ങളുണ്ട്. അതിൽ ഏറ്റവും ലളിതമായത് എന്ന് പറഞ്ഞത് ഉമ്മാനെ വിഭജിക്കുന്നത് തുല്യമാണ് എന്ന് പഠിപ്പിക്കുമ്പോ എത്ര ഗൗരവമാണ് വിഷയം എന്നുള്ളത്. അതുകൊണ്ട് പലിശയുമായി അടുത്തു പോകരുത്. നാശമേ സംഭവിക്കുകയുള്ളൂ, ബർക്കത്തുണ്ടാവുകയില്ല. അതുമാത്രമല്ല, അത് മുഖേന നിങ്ങളുടെ എല്ലാവിധ ബർക്കത്തും നഷ്ടപ്പെട്ടു പോകും എന്ന കാര്യം നമ്മൾ മറന്നു പോകാൻ പാടില്ല. 7 വൻപാപങ്ങളിൽ ഒന്നായി എണ്ണിയതാണ് പലിശയെങ്കിൽ ആ പലിശ സ്വീകരിക്കുന്നതിലൂടെ വൻപാപമാണ് നാം ചെയ്യുന്നത് എന്ന തിരിച്ചറിവും നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പലിശ അത് ഉപയോഗിക്കുന്ന, സ്വീകരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, കൊടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇല്ല. അല്ലെ, ഞങ്ങളുടെ നാട്ടിലൊരു പലിശ കച്ചവടക്കാരനുണ്ട്. അയാള് ഇന്നും സൈക്കിളിലാണ് നടക്കണം. എന്തേ കാരണം? ഒരു വണ്ടി വാങ്ങാൻ അയാളുടെ പിശുക്ക് അയാളെ സമ്മതിക്കൂല. എന്താ കാരണം? അയാൾ വിചാരിക്കുക ഒരു വണ്ടി വാങ്ങണ പൈസ ഉണ്ടെങ്കിൽ അതും കൂടി പലിശ കൊടുത്താല് അതും കൂടി എന്തെങ്കിലുമൊക്കെ കിട്ടും എന്നുള്ള ചിന്തയിൽ അയാൾ ഇന്ന് 2 സൈക്കിളും ചവിട്ടി അങ്ങനെ നടക്കാം. സഹോദരങ്ങളെ, പിശുക്കും സ്വസ്ഥതയില്ലായ്മയും ഒരു സുഖവും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല. കൊടുക്കുന്നവരുണ്ടാകൂല, വാങ്ങുന്നവരുണ്ടാകൂല. തീർന്നിട്ടുണ്ടോ? ഇതും കൂടി കഴിഞ്ഞാൽ നിർത്തണമെന്നാ പറയാ. ഇതുകൂടി കഴിഞ്ഞ് നിർത്തണമെന്നാ പറയാ. എന്തിനാ പലിശ വാങ്ങി? കച്ചവടം തുടങ്ങാനാണ്. എന്നിട്ടോ കുറെ നാള് കഴിഞ്ഞപ്പോ നല്ല കച്ചവട ലാഭങ്ങളൊക്കെ കിട്ടുമ്പോ നിങ്ങൾ ആലോചിക്കേണ്ടത് അതിന്റെ തുടക്കം അവിടെ നിന്നായിരുന്നു. അല്ലേ? വിഭജിച്ചുണ്ടായ കുട്ടി, ആ കുട്ടി വലുതായി നല്ല ജോലി കിട്ടിയാലും ആ കുട്ടി എവിടെ നിന്നുണ്ടായതായി? വിഭജിച്ചുണ്ടായതല്ലേ സഹോദരങ്ങളെ? അത് മാറൂല. അതുകൊണ്ട് തുടക്കമല്ല നന്നാവണ്ടേ? തുടക്കം നല്ല സമ്പത്തിൽ നിന്ന്, അല്ലെ? പലരും വലിയ ബിസിനസ്സിലേക്ക് പോകുന്നവർ പിന്നെ ഓടിയും ഒക്കെ എടുത്ത് ഒന്നും അറിയണില്ല, ഒരു കുഴപ്പമില്ല, അതൊക്കെ നിസ്സാരായി, അവർക്കൊന്നൊരു വിഷയമില്ല. ചിലരൊക്കെ ഇങ്ങനെ വലിയ ബിസിനസ് നടക്കുന്ന ആൾക്കാര് മാസത്തിലും 3 മാസം കൂടുമ്പോ ഇങ്ങനെ വാഹനം ഇങ്ങനെ മാറണം, അല്ലെ? നമ്മൾ കാണണം പുതിയ രജിസ്ട്രേഷന്റെ ഉള്ള വാഹനങ്ങളൊക്കെ ഇങ്ങനെ അവർ ഓടിച്ചെടുക്കുമ്പോ ഒരു കൊതിയാണ്. അവരിങ്ങനെ മാറ്റി വണ്ടി എടുക്കണം. ഈ വണ്ടിയൊക്കെ ഉടനെടുക്കണം സഹോദരങ്ങളെ. ഇവിടെയൊക്കെ കൊതിച്ചിട്ട് കാര്യമില്ല. ഈ വണ്ടിയൊക്കെ പലിശമേലും, ഈ വണ്ടിയൊക്കെ ഹറാമിലും, ഈ വണ്ടിയൊക്കെ ഇതിന്റെ പുറകെയൊക്കെയാണ്. ഇവിടെയാണ് ആ തകാസുർ ഒഴിവാക്കി ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ചെയ്യുക. ജീവിക്കാൻ പറ്റിയോ? ഉള്ളതിൽ കിട്ടിയതിൽ സംതൃപ്തിപ്പെട്ട് അൽഹംദുലില്ലാഹ്. അല്ലാഹു ഒരു ഹറാമില്ലാതെ സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണെങ്കിലും എന്റെ കുടുംബത്തിനൊക്കെ മഴ കൊള്ളാതെയും വെയിൽ കൊള്ളാതെയും ഒക്കെ ഇരുന്നു പോകാൻ അൽഹംദുലില്ലാഹ് എനിക്ക് അതൊരു സൗകര്യം തന്നല്ലോ. അല്ലാഹു
അല്ലാഹുവേ നിനക്കാണ് സർവ്വസ്തുതിയും എന്ന് പറയാൻ പറ്റുന്ന ഒരു മനസ്സ് കിട്ടിയാലുണ്ടല്ലോ വേറെ ഒന്നും കിട്ടിയില്ലെങ്കിൽ വേണ്ടില്ല സഹോദരങ്ങളെ, അതാണ് ഏറ്റവും വലുത്. അതാണ് ഏറ്റവും വലുത്. മക്കള് പറയും വാപ്പി ഇത് മതി വാപ്പി. എന്റെ ഒരു കുടുംബം ഒരു അനുഭവം പറഞ്ഞതാണ്. ഒരാള് ഹറാമാണെന്നൊക്കെ അറിയായിരുന്നു, എന്നാലും വീട്ടിലൊരു വണ്ടി വേണ്ടി സെക്കൻഡ് എടുത്ത് ഇങ്ങനെ കംപ്ലൈന്റ് ആയി അതിങ്ങനെ പണിയേണ്ടി വരും എന്നൊക്കെ വിചാരിച്ച് ഇയാൾ എന്ത് ചെയ്തു, ഇയാൾ പോയിട്ട് ലോൺ അങ്ങനെ എടുത്തു, കാറ് വാങ്ങാൻ വേണ്ടി ലോൺ അങ്ങനെ എടുത്തു വണ്ടിയൊക്കെ വീട്ടിൽ വന്നു. കുടുംബക്കാർ ചോദിച്ചു, ഭാര്യ ചോദിച്ചു എവിടെന്നാ പൈസ ഒക്കെ എവിടെന്നാ, പറഞ്ഞു ഞാനൊരു ലോൺ അങ്ങനെ എടുത്തു, പുതിയൊരു വാഹനം വാങ്ങണ്ടേ. പിന്നെ ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ കയറി ഇങ്ങനെ പോകുമ്പോഴൊക്കെ മക്കള് പറയും ഈ വണ്ടിക്കാണ് ഞങ്ങളില്ല കേട്ടോ, ഈ വണ്ടിക്ക് വാപ്പ് മാത്രം പോയാൽ മതി. മക്കള് കയറുന്നില്ല. ഭാര്യ പറഞ്ഞു ഞാനില്ല, ഇതൊന്നും വേണ്ട, ഇത് ഞാൻ കയറൂല, എനിക്ക് വേണ്ട. അവർ തീരുമാനം എടുത്തു. മക്കളൊക്കെ ഇങ്ങനെ പറയലോടി, മക്കളൊക്കെ മദ്രസയിൽ പിടിച്ചിട്ടേ ഹറാമും പലിശനെ കുറിച്ച് ഇങ്ങനെ കേട്ടിട്ട് പലിശനെ കുറിച്ചൊക്കെ പഠിച്ച മക്കൾക്ക് മനസ്സിലെന്താണ് ഈ വാഹനത്തിൽ ഞാൻ കയറൂല. ഇയാൾ പറയാണ് കുടുങ്ങിയെന്ന്. ഞാനവിടെ കുടുങ്ങി. കാരണം എന്താ, ഇവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയപ്പോ ഇതെടുത്തത്. പക്ഷെ ഇവരിത് കയറൂല എന്ന് പറഞ്ഞ പിന്നെ ആർക്കു വേണ്ടിയപ്പോ ഞാനിത് കൊണ്ടുനടക്കണം. ഇയാളെ അതുകൊണ്ട് എന്ത് ചെയ്തു, ഇയാളാ ലോൺ അങ്ങോട്ട് വേഗം അടിച്ചു തീർത്തു. എങ്ങനെയോ ഇവിടുന്ന് പൈസ കിട്ടി ആ ലോണിന്റെ പെട്ടെന്ന് പൂർത്തീകരിച്ചിട്ട് അവരുടെ വെറുതെ ഇപ്പൊ ഒന്നുമില്ല, ഇത് വാപ്പി വാങ്ങിയ വണ്ടിയാണ്, ഇനിയിപ്പോ കയറാൻ പറ്റും. അവര് പിന്നെ കയറാൻ തുടങ്ങി. നിങ്ങൾ ആലോചിക്കുകയും ഇതൊരു നിലപാടാണ്. ആ മക്കളും ആ ഭാര്യയും ഒക്കെ ആ ഭർത്താവിനെ സഹായിച്ചില്ലേ, ആ ഉപ്പാനെ സഹായിച്ചില്ലേ. ഉപ്പാക്ക് ഒരു വൈമാനികമായ ദുർബലത വന്നപ്പോ അവരുടെ നിലപാട് എന്ത് ചെയ്തു, ആ കാര്യം നികത്തുന്നിടത്ത് അത് പൂർണ്ണമായി നികത്തുന്നിടത്ത് സഹായിച്ചു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ സഹോദരങ്ങളെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഈ ഒരു ഹജ്ജത്തുൽ വിദാഇൽ പ്രവാചകൻ പറഞ്ഞില്ലേ, തഖ്വ കൊണ്ട് നിങ്ങൾ ശ്രേഷ്ഠരാവുക എന്നുള്ളതാണ്. ലാ ഫളല ലിൽ അറബിയ്യിൻ അലാ അജമിയ്യിൻ വലാ ലി അജമിയ്യിൻ അലാ അറബിയ്യിൻ. ഒരറബിക്കോ അനറബിക്കോ അറബിയേക്കാൾ ശ്രേഷ്ഠതയോ അല്ലെങ്കിൽ അനറബിയേക്കാൾ ശ്രേഷ്ഠതയോ ഇല്ല എന്ന് പഠിപ്പിക്കുകയാണ്. വലാ അഹ്മറ അലാ അസ്വദ, ചുവന്നവനോ കറുത്തവനോ, വലാ അസ്വദ അലാ അഹ്മറ, അതല്ലെങ്കിൽ കറുത്തവനേക്കാൾ ചുവന്നവനോ ചുവന്നവനേക്കാൾ കറുത്തവനോ അല്ലാഹുവിന്റെ അടുക്കൽ ശ്രേഷ്ഠതയില്ല. ഇല്ലാ ബിത്തഖ്വാ, അള്ളാന്റെ അടുക്കൽ ശ്രേഷ്ഠത അവനെ യഥാവിധി സൂക്ഷിക്കുന്നത് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ആ വിഷയം നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ റസൂല് അല്ലേ സ്ത്രീകളെ കുറിച്ച് പ്രത്യേകമായി ഹജ്ജത്തുൽ വിദാഇൽ പറഞ്ഞു, ഇത്തഖുല്ലാ ഫിന്നിസാ, നിങ്ങൾ സ്ത്രീകളുടെ വിഷയത്തിൽ സൂക്ഷിക്കണേ, നിങ്ങൾ സ്ത്രീകളുടെ വിഷയത്തിൽ സൂക്ഷിക്കണേ. അല്ല, പെണ്ണുങ്ങൾക്കൊരു വില നമ്മൾ കൊടുക്കണം, ആണുങ്ങള് വില കൊടുക്കണം, അവര് പരിഗണിക്കണം. അവർ 2 ദിവസം എന്തെങ്കിലുമൊക്കെ പറ്റുന്ന ബെഡ്മേൽ കിടന്നു നോക്കട്ടെ, അപ്പൊ അറിയും അവരാരാണ് അല്ലേ, അവരാരാണ്. സത്യാണ്. നമ്മുടെ ഉമ്മയും ഭാര്യയും നമ്മുടെ പെണ്ണുങ്ങന്മാരും ഒക്കെ അല്ലെ, നമ്മൾ വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോ ചായക്ക് ചായ അല്ല കടിക്ക് കടി ഒക്കെ ഇങ്ങനെ കൊണ്ടുവന്നൊരു മുമ്പ് ഒരു വിലയില്ല. അതൊക്കെ ഒന്ന് 2 ദിവസം പണി മുടക്കി നോക്കട്ടെ, അടുക്കളയിൽ നമ്മൾ കയറേണ്ടി വന്നു നോക്കട്ടെ. സഹോദരങ്ങളെ, അവിടെയൊക്കെ അവരുടെ വില മനസ്സിലാക്കാം. അല്ലാഹുവിന്റെ റസൂൽ പറയാ, അവരെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ അവരുടെ വിഷയത്തിൽ സൂക്ഷിക്കണം. അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അമാനത്താണ്, അവര് ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് അവരെ പരിഗണിക്കണം, അവരെ ശ്രദ്ധിക്കണം. ആ വിഷയത്തിലൊക്കെ നമ്മൾ കൃത്യമായി എന്ത് ചെയ്യണം, അവർക്ക് കൊടുക്കേണ്ട ഹക്ക് അവർക്ക് കൊടുക്കണം എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കണം. അത് വളരെ പ്രധാനമായി പറഞ്ഞ കാര്യമാണ്. അതിലൊരു വിട്ടുവീഴ്ചയും പാടില്ല. തറക്തു ഫീകും അംറൈൻ, നിങ്ങൾക്ക് 2 കാര്യങ്ങൾ വിട്ടേച്ചു പോകുന്നുണ്ട്. ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ, അത് രണ്ടും നിങ്ങൾ മുറുകെ പിടിക്കുന്ന കാലത്തോളം ഒരിക്കലും പിഴക്കില്ല. എന്താണത്? കിതാബുല്ലാഹ്, അല്ലാഹുവിന്റെ ഗ്രന്ഥാണ്, ഖുർആനാണ്. വസുന്നത്തു റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്താണ്. ഇത് രണ്ടും നിങ്ങൾ മുറുകെ പിടിച്ചോ. അല്ല, നിങ്ങൾ അതിനെന്ത് ചെയ്യുക, നിങ്ങൾ അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിച്ചോ. അത്രയും നിങ്ങൾ അതിനെ സൂക്ഷ്മമായി കൃത്യമായി ശ്രദ്ധിച്ച് നിങ്ങൾ പരിഗണിച്ചോ എങ്കിൽ നിങ്ങൾ പിഴച്ചു പോകില്ല എന്ന് പഠിപ്പിക്കുകയാണ്. 10ാമത്തെ ഉപദേശം എന്തെന്നറിയോ, എന്നെ കുറിച്ച് നാളെ പരലോകത്ത് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്തായിരിക്കും എന്നെ കുറിച്ച് പറയുക? സഹാബത്തിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ചോദിക്കുമ്പോൾ സഹാബത്ത് പറഞ്ഞു, നഷ്ഹദു അന്നക ഖദ് ബല്ലഗ്ത വഅദ്ദൈത വനസഹത, അല്ലാഹുവിന്റെ റസൂലേ താങ്കൾ ഞങ്ങൾക്ക് എത്തിച്ചു തന്നു എന്ന് ഞങ്ങൾ പറയും, താങ്കൾ ഞങ്ങളെ ഉപദേശിച്ചു എന്ന് ഞങ്ങൾ പറയും, താങ്കൾ ഞങ്ങളെ അദബ് പഠിപ്പിച്ചു എന്ന് ഞങ്ങൾ പറയും എന്നവർ ഒരുമിച്ച് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തെ സബാബ ചുണ്ടുവിരൽ ഇങ്ങനെ യർഫഉഹ ഇലസ്സമാ, ആകാശത്തേക്ക് ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്
അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു അല്ലാഹുമ്മിശ്ഹദ് അല്ലാഹുമ്മിശ്ഹദ്, അല്ലാഹുവേ നീ സാക്ഷിയാണ്, അല്ലാഹുവേ നീ സാക്ഷിയാണ്. 3 പ്രാവശ്യം ആവർത്തിച്ചുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞൊരു വാചകം എന്താണെന്നറിയും? ഫൽയുബല്ലിഗ് ഷാഹിദുൽ ഗായിബ. ഇവിടെ സാക്ഷിയുള്ളവർ ഇല്ലാത്തവർക്ക് ഈ സന്ദേശങ്ങളെ വിളംബരം ചെയ്യണം, പ്രഖ്യാപിക്കണം എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമയത്ത് പറഞ്ഞ കാര്യമാണ്. സഹോദരങ്ങളെ, ഉത്തരവാദിത്തമാണ്. ഇസ്ലാം പറഞ്ഞ വിഭാവനം ചെയ്ത ഏതൊക്കെ സംഹിതകളുണ്ടോ ആ സംഹിതകളെയൊക്കെ ലോകത്ത് എത്തിക്കുക എന്നത് ആ പ്രവാചകൻ എത്തിക്കാൻ കൽപ്പിച്ചതിന്റെ കൽപ്പനയുടെ ഭാഗമായിട്ട് നമ്മുടെ മേലുള്ള ഉത്തരവാദിത്തമാണ് എന്ന് പ്രത്യേകമായി നമ്മൾ ഓർക്കണം, പഠിക്കണം. അതുകൊണ്ട് ദഅവ രംഗത്ത് നമ്മളാൽ കഴിയുന്ന ഓരോ ഇടപെടലും നമുക്ക് ചെയ്യാൻ പറ്റണം. എന്താണ് ഇസ്ലാമിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഒരാൾക്ക് സ്വർഗ്ഗം കിട്ടാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വേണമെങ്കിൽ ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രബോധന വീതിയിൽ അംബിയാ മുർസലീങ്ങൾ ഉറച്ചു നിന്നതുപോലെ, അത് കഴിഞ്ഞ് സ്വഹാബത്ത് ഉറച്ചു നിന്നതുപോലെ, അത് കഴിഞ്ഞ് താബിഈങ്ങൾ ഉറച്ചു നിന്നതുപോലെ, അത് കഴിഞ്ഞ് ഇമാമിങ്ങൾ ഉറച്ചു നിന്നതുപോലെ, സഹോദരങ്ങളെ, നമ്മളാൽ കഴിയുന്ന മേഖലകളിൽ ആ രംഗത്ത് നമ്മൾ ഉറച്ചു നിൽക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. അള്ളാഹുവിന്റെ ആജ്ഞ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും പാലിച്ച് ഭയപ്പെട്ട് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരങ്ങൾ, നമ്മൾ പറഞ്ഞത് ഹജ്ജത്തുൽ വിദാഇന്റെ പ്രവാചകന്റെ ഉപദേശങ്ങളുടെ ആ പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ സൂചിപ്പിച്ചത്. ഇൻഷാ അല്ലാഹ് നമ്മളിലേക്ക് ബലിപെരുന്നാൾ കടന്നു വരികയാണ്. അതേപോലെ അറഫ നോമ്പ് കടന്നു വരികയാണ്. ഇൻഷാ അല്ലാഹ് വ്യാഴാഴ്ച പെരുന്നാളും ദുൽഹിജ്ജ 9 ബുധനാഴ്ച അറഫ നോമ്പുമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പലപ്പോഴും ചിലരൊക്കെ അറഫയിൽ ഹാജിമാർ നിൽക്കുന്നതിന്റെ ഐക്യദാർഢ്യമല്ലേ അറഫ നോമ്പ് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. ഒരിക്കലും ഹദീസുകളിൽ നിന്നോ ഒരു നിലക്കുമുള്ള അസറുകളിൽ നിന്നോ അതൊന്നും സ്ഥാപിക്കാൻ ഒരാളെ കൊണ്ട് സാധിക്കുകയില്ല. ഐക്യദാർഢ്യമാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഈ അമേരിക്കയിലുള്ള ആളുകൾ അവർക്ക് ഒരു പ്രാവശ്യമെങ്കിലും ആ ഐക്യദാർഢ്യത്തിൽ പങ്കെടുക്കാൻ പറ്റും. കാരണം എന്താ? അറഫയിൽ ഹാജിമാർ നിൽക്കുമ്പോ അവിടെ പാതിരാത്രിയായിരിക്കും. ഇസ്ലാം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പറ്റാത്തൊരു കാര്യത്തെ എന്ത് ചെയ്യൂല, കൽപ്പിക്കുകയില്ല. അപ്പൊ എങ്ങനെയാണ് ഐക്യദാർഢ്യം എന്ന് പറയാ? അതൊക്കെ നമുക്ക് അങ്ങോട്ട് പറയാം. നമ്മുടെ നാവ് കൊണ്ട് എന്താ പറയാൻ പറ്റാതെ? അറഫയിൽ നിൽക്കുന്ന സമയത്ത് അമേരിക്കയിലൊക്കെ ഉള്ള മുസ്ലിങ്ങൾ എന്താ ചെയ്യാ? കടന്ന് നല്ല ഉറക്കാണ്. നിങ്ങൾ നോക്കൂ, സമയം നോക്കൂ. അപ്പൊ ഇത് ഐക്യദാർഢ്യമല്ല. അപ്പൊ എപ്പോഴാ അവര് നോമ്പുപിടിക്കുക? അവർക്ക് ദുൽഹിജ്ജ 9 എന്നാണോ അവര് നോമ്പുപിടിക്കട്ടെ. നമുക്ക് ദുൽഹിജ്ജ 9 എന്നാണോ? ആ ദിവസത്തിന്റെ പേര് തന്നെ എന്തെയാണ്? ദുൽഹിജ്ജ 8 പറയുന്ന പേരാണ് യൗമുത് തർവിയ. ദുൽഹിജ്ജ 9 പറയുന്ന പേരാണ് യൗമു അറഫ. ദുൽഹിജ്ജ 10 പറയുന്ന പേരാണ് യൗമുൻ നഹർ. 11, 12, 13 അയ്യാമുത് തശ്രീഖ്. ഇതിലൊക്കെ പ്രത്യേക പേരുകളുണ്ട് അല്ലെ? 8 മുതലാണ് ഹജ്ജ് ആരംഭിക്കുന്നത്. അപ്പോ ഈ രൂപത്തിൽ ഒരു ഇഷ്കാലില്ലാതെ, ഒരു സംശയമില്ലാതെ എന്ത് ചെയ്യുക? ഒരു വർഷത്തെ കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന ഒരു നോമ്പ്, ആ നോമ്പ് എന്ത് ചെയ്യുക? എന്നാണോ നമുക്ക് എന്ത് ദുൽഹിജ്ജ 9 ആ ദിവസം നമ്മൾ പിടിക്കുക. അതിലൊരു ഇഷ്കാൽ ഉണ്ടാക്കേണ്ടതില്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തണം. രണ്ടാമത്തെ ഒരു കാര്യം, ഈ പെരുന്നാളുകൾക്കിടയിൽ അതിന്റെ നിസ്കാരങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ എന്തുണ്ട്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചില മാതൃകകളുണ്ട്. അവിടെ നിന്ന് ഈദുൽ ഫിത്ർ, ഈദുൽ ഫിത്ർ എന്ന് പറഞ്ഞാൽ എന്താ? ഫിത്ർ സക്കാത്ത് കൊടുക്കണ അല്ലെ പെരുന്നാളാണ്. അപ്പോ ആ ദിവസത്തിൽ അതിന്റെ നിസ്കാരം കുറച്ചെന്തായിരിക്കും? കുറച്ച് വൈകിട്ടായിരിക്കും. എന്താ കാരണം? ഫിത്ർ സക്കാത്ത് എന്ത് ചെയ്യണം? ഈ നിസ്കാരത്തിന് മുമ്പ് വിതരണം ചെയ്യണം. അപ്പൊ അതിനു വേണ്ടി എന്ത് ചെയ്യും? ആ നിസ്കാരത്തെ കുറച്ച് പിന്തിപ്പിക്കൽ എന്താണ്? പ്രവാചകന്റെ മാതൃകയാണ്. പിന്തിപ്പിക്കുക എന്ന് പറഞ്ഞാൽ 8 മണിക്ക് 9 മണിക്കൊന്നുമല്ല. അതെന്ത് ചെയ്യാ? കുറച്ച് ഈദുൽ അദ്ഹയെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കും? കുറച്ച് വ്യത്യാസം ഉണ്ടാകും. എന്നാൽ ഈദുൽ അദ്ഹ എന്ന് പറഞ്ഞാൽ അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കുറച്ചുകൂടി നേരത്തെ നിസ്കരിക്കും. എന്താണ് കാരണം? ആ നിസ്കാരം കഴിഞ്ഞിട്ട് വേണം എന്ത് ചെയ്യാൻ? ബലിയർക്കാൻ.
മനസ്സിലായോ? ഇത് പ്രവാചകന്റെ മാതൃകയാണ്. അത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ശ്രദ്ധിക്കണം. അത് നമ്മളിപ്പോ എന്തൊക്കെ ന്യായീകരണങ്ങൾ പറഞ്ഞാലും ഫൽ അഫ്ളലു പണ്ഡിതന്മാർ പറയാം ഫി സ്വലാത്തി ഈദുൽ അദ്ഹ അത്തബ്കീർ. ഈദുൽ അദ്ഹ എപ്പോഴും എന്ത് ചെയ്യണം? തബ്കീർ ചെയ്യണം. അത് മുമ്പിൽ വെക്കണം, പെട്ടെന്നായിരിക്കണം. ഇതൊക്കെ നമുക്ക് നല്ല സുഖമാണ്. കാരണം എന്താ? സുബഹിക്ക് എത്ര നേരത്തെയാണ്? 6:03 ഉദയായി. എന്നാലും സമയം കിടക്കണേ, ദൂര സമയമാണ് അല്ലേ? അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെല്ലാവരും ആ ശ്രദ്ധയിൽ നമുക്കൊക്കെ ഒരു ശ്രദ്ധ ആ വിഷയത്തിലൊക്കെ ഉണ്ടാകണം. അതേപോലെ തന്നെ പെരുന്നാളുമായി ബന്ധപ്പെട്ട സുന്നത്തുകളൊക്കെ നമുക്കറിയാം. ഞാൻ വിശദമായി പറയുന്നില്ല, എല്ലാവർക്കും അറിയാം അല്ലെ? ബലി പെരുന്നാളിന് കഴിക്കാതെ പെരുന്നാളിന് വരലാണ്, നിസ്കരിക്കാൻ വരലാണ് സുന്നത്ത്. ഒന്നും കഴിക്കാതെ വരലാണ് സുന്നത്ത്. കുളിയുണ്ട്, കുളി സുന്നത്താണ്. പുതുവസ്ത്രം ഉള്ളതിൽ നല്ല വസ്ത്രം ധരിക്കൽ സുന്നത്താണ്. അതേപോലെ തക്ബീർ, ആണുങ്ങളൊക്കെ തക്ബീർ ഒച്ചയിൽ ചൊല്ലി എന്ത് ചെയ്യണം? ആ പെരുന്നാളിന്റെ സുദിനങ്ങളിലൊക്കെ ഉണ്ടായിരിക്കണം. നേരത്തെ തന്നെ പണ്ടൊക്കെ അങ്ങനെ ഒരു ശൈലിയൊക്കെ ഉണ്ടായിരുന്നു. നേരത്തെ തന്നെ എന്ത് ചെയ്യും? ഈദ്ഗാഹിലൊക്കെ വന്ന് അവിടെ നിന്ന് എന്ത് ചെയ്യും? തക്ബീർ ഇങ്ങനെ ധാരാളമായിട്ട് ചൊല്ലും. അതിനൊക്കെ ചില ആളുകളൊക്കെ അതിനൊക്കെ തയ്യാറായിട്ടുണ്ട്. ഇന്നിപ്പോ എല്ലാവർക്കും തിരക്കാണ്, എല്ലാവർക്കും തിരക്കാണ്. അതിനൊന്നും ആളെ കിട്ടണില്ല. പണ്ടൊക്കെ നേരത്തെ വന്ന് എന്ത് ചെയ്യും? അതൊക്കെ ഇങ്ങനെ എല്ലാവരും വന്നം. അന്ന് എന്ത് ചെയ്യണം? അന്ന് എല്ലാവരും വരണം. അല്ലാന്റെ റസൂല് മഴ കാരണം മാത്രമാണ് അവിടെ നിന്ന് പെരുന്നാൾ നിസ്കാരം എവിടെ നിസ്കരിച്ചിട്ടുള്ളൂ? പള്ളിയിൽ നിസ്കരിച്ചിട്ടുള്ളൂ. അപ്പൊ പള്ളിയിലല്ലാതെ ഈദ് മുസല്ലയിൽ നടക്കുമ്പോൾ അവിടെ എന്തില്ല? അവിടെ ഒരു സുന്നത്ത് നിസ്കാരമില്ല. അതൊക്കെ നമുക്ക് അറിയാം. അവിടെ എന്തില്ല? അവിടെ ഒരു സുന്നത്ത് നിസ്കാരമില്ല. ഈദിന് മുമ്പ് എന്തില്ല? ഒരു സുന്നത്ത് നിസ്കാരമില്ല, ബാങ്കില്ല, ഇഖാമത്തില്ല. അതൊക്കെ നമ്മൾ അറിയുന്ന ആൾക്കാരാണ്. ഇതൊന്നും ഇല്ലാന്ന് കൃത്യമായി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. അല്ല നമ്മൾ വേണ്ടാന്ന് വെച്ചതൊന്നുമല്ല. അതങ്ങനെ പഠിപ്പിച്ചത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല? അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ കുറേയധികം കാര്യങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ ശ്രദ്ധിക്കണം. പരമാവധി ആ ഉദഹിയത്ത് അറുത്തതിൽ നിന്നുള്ള മാംസം കഴിക്കാൻ പറ്റുമെങ്കിൽ അതാണ് കുറച്ചുകൂടി നല്ലത്. എന്ത് ചെയ്യാ? കുറച്ചും കൂടി അതാണ് നല്ലത്. ഇനിയിപ്പോ അതൊക്കെ കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് കിട്ടുള്ളെങ്കിൽ പട്ടിണി എടുക്കുന്നു വേണ്ട. എന്ത് ചെയ്യാ? എന്തെങ്കിലും കഴിക്കലൊന്നും കുഴപ്പമില്ല. എന്നാൽ അത് കിട്ടുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാ? അത് ആദ്യം കഴിക്കൽ എന്താണ്? അഫ്സലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നടന്നു പോകാൻ ശ്രദ്ധിക്കുക. 2 വഴികൾ സ്വീകരിക്കുക. തക്ബീറുകൾ ചൊല്ലുക. അയ്യാമുത്ത് തശ്രീഖിന്റെ അറഫയുടെ സുബഹി മുതൽ അയ്യാമുത്ത് തശ്രീഖിന്റെ അസ്ർ വരെ എന്തുണ്ട്? തക്ബീർ ഉണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. തക്ബീറുകൾ എന്ത് ചെയ്യാം? ഇപ്പോഴും നമുക്ക് എന്ത് ചെയ്യാം? ഒറ്റതിരിഞ്ഞൊക്കെ നമുക്ക് ചെല്ലാം എന്ന് കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ വിശദമായി ആ വിഷയങ്ങൾ പറഞ്ഞതാണ്. രോഗസന്ദർശനങ്ങൾ നടത്തണം. പെരുന്നാളിന് ഒരു പ്രത്യേക ഖബർ സിയാറത്ത് സുന്നത്തില്ല. വെള്ളിയാഴ്ച ഒരു പ്രത്യേക ഖബർ സിയാറത്ത് സുന്നത്തില്ല. ഖബർ സിയാറത്തില്ലേ? ഖബർ സിയാറത്ത് ഉണ്ട്, സുന്നത്താണ്. എന്തില്ല എന്ന് പറഞ്ഞേ? പെരുന്നാളിനൊരു സുന്നത്തില്ല, വെള്ളിയാഴ്ച സുന്നത്തില്ല. ഞങ്ങൾ വെള്ളിയാഴ്ച നോക്കിയോ? ജുമാ കഴിഞ്ഞപ്പോ എല്ലാവരും കൂടി എന്ത് ചെയ്യും? എല്ലാവരും കൂടി എന്ത് ചെയ്യും? ഖബറിന്റെ അങ്ങോട്ട് പോകും. എന്നിട്ട് പറയുന്നത് ഇന്ന് വെള്ളിയാഴ്ച അല്ലേ, അത് പ്രത്യേക കണ്ട് അല്ലെ? പെരുന്നാളിനൊക്കെ പിള്ളേരെ കൊണ്ടൊക്കെ എന്ത് ചെയ്യും? എല്ലാവരും ഖബറിന്റെ അടുത്തേക്ക് പോകും. എന്തിനിപ്പോ അങ്ങനെ പ്രത്യേക സുന്നത്തില്ലാന്ന്? പ്രത്യേക സുന്നത്ത് വേണ്ടേ? ഒരു കാര്യം മാതൃക ആര് കാണിച്ചു തരണം? അള്ളാന്റെ റസൂല് കാണിച്ചു തരണ്ടേ? സ്വഹാബത്ത് കാണിച്ചു തരണ്ടേ? അങ്ങനെ മാതൃകയില്ല. അതുകൊണ്ട് ആ രൂപമില്ല. സിയാറത്തോ സുന്നത്താണ്. എപ്പോഴും പോകാം. പ്രത്യേക കൂലി ഉദ്ദേശിച്ചുകൊണ്ട് ഒരിടത്തേക്കും പോകാൻ പറ്റൂല. അതൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? നമ്മൾ വിദഗ്ധമായി പഠിക്കണം. 3 പള്ളികളിലേക്ക് അല്ലാതെ ഇതില്ല. ഒരു പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് യാത്രയില്ല. അതൊക്കെ നമ്മൾ കൃത്യമായി പഠിച്ച പിന്നെ എന്തില്ല? അവിടെ ഒരു ഇഷ്കാല് വരികയില്ല. സഹോദരങ്ങളെ, അറബിക് കോളേജുകളിൽ അഡ്മിഷൻ കിട്ടുന്ന സമയം ഇപ്പോഴാണ്, വെറുതെ പറയുന്നത്. അതുപോലെ നമ്മുടെ ബഹജ, അൽഹംദുലില്ലാ, ബഹജയിൽ കുറച്ചും കൂടി ഡെസ്കും ബെഞ്ചൊക്കെ വേണം. ഒരു ഡെസ്കും ബെഞ്ചിനൊക്കെ 4000 രൂപയൊക്കെ ഉള്ളൂ. ഞാൻ ഇങ്ങനെ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ആലോചിച്ചപ്പോ ഒരു 4000 രൂപ ഒരാള് ഒരു ബെഞ്ചും ഡെസ്കും കൊടുത്താല് ആ കുട്ടി പഠിച്ചു വലുതായി ആ കുട്ടി ചിലപ്പോ എന്തൊക്കെ എത്തിച്ചേരുന്നു പറയാൻ പറ്റില്ല അല്ലെ? ആ കുട്ടി എവിടെയൊക്കെ എത്തുമോ അതിന്റെയൊക്കെ കൂലി എന്ത് ചെയ്യും? ആ കുട്ടിക്ക് ദീൻ പഠിക്കാൻ ഇരിക്കാൻ ഒരു തുടക്കക്കാരനായ ആൾക്ക് അതിന്റെ കൂലി ലഭിക്കും അല്ലെ? ഇവിടെ 4000 രൂപ നമുക്ക് ഒന്നുമല്ല. നാളെ പരലോകത്ത് കോടിക്കണക്കിന് രൂപ തര റബ്ബേ എന്നൊന്ന് രക്ഷപ്പെടുത്തു എന്ന് ചോദിക്കണ രംഗാണ് അള്ളാഹ് പഠിപ്പിക്കണേ. പക്ഷെ അള്ളാഹ് പറയും ഇവിടെ പണം കൊണ്ടൊരു കാര്യമില്ല, ഇവിടെ മനുഷ്യന്മാരെ കൊണ്ട് കാര്യമില്ല. മോനത്തര എന്നൊന്ന് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തു എന്ന് വാപ്പ ചോദിക്കുന്ന ദിവസമാണ് പരലോകം. ഭാര്യനെ രക്ഷപ്പെടുത്തു അല്ലാ എന്ന് ചോദിക്കുക. അള്ളാഹ് പറയും ഇവിടെ നിനക്ക് പകരം വേറൊരാളെ തന്നിട്ട് കാര്യമില്ല, നീ തന്നെ മതി.
ഇതന്നെ മതി സഹോദരങ്ങളെ. അതുകൊണ്ട് ഇവിടെയുള്ള എന്തെങ്കിലും നഷ്ടപ്പെടുമെന്ന് ചിന്ത വേണ്ട. ഇതൊന്നും നഷ്ടമല്ല, ഇതൊക്കെ ലാഭമാണ്. അതുകൊണ്ട് ആ വിഷയത്തിൽ നിങ്ങളൊന്ന് ഇടപെടണമെന്ന് കൂടി ഇൻഷാ അല്ലാഹ്. അതിന്റെ എന്താണ് അഡ്മിഷനും ഒക്കെ ആയി, കൃത്യമായ അതിന്റെ പ്രോസസ് ഒക്കെ ആയിട്ടുണ്ട് അൽഹംദുലില്ലാഹ്. അതിലേക്ക് മക്കളെയും എന്ത് ചെയ്യണം, നമ്മൾ ചേർക്കുന്നിടത്തും ശ്രദ്ധിക്കണം. അതേപോലെ നമ്മുടെ ഇവിടെ നിന്നൊക്കെ എന്ത് ചെയ്യണം, 10 കഴിഞ്ഞ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ എന്ത് ചെയ്യണം, അറബിക് കോളേജുകളിൽ പഠിക്കട്ടെ. അവർ ദീൻ പഠിക്കട്ടെ. അപ്പ ഉമ്മ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങളുടെ മക്കള് എല്ലാ ദിവസവും രാവിലെ ഖുർആൻ പഠിക്കുന്നു, ഹദീസ് വായിക്കുന്നു, ദിക്ർ ചൊല്ലുന്നു, സുബഹിന്റെ ജമാഅത്തിൽ പങ്കെടുക്കുന്നു. ഇങ്ങനെ ഇസ്ലാമികമായ ഒരു തർത്തീബിൽ അവർ ജീവിക്കുന്നു. എന്നാൽ അത് മാത്രമല്ലല്ലോ, അവർക്ക് ഭൗതികമായ +2 ലഭിക്കുന്നു, BA ലഭിക്കുന്നു, MA ലഭിക്കുന്നു, അല്ലെ PG കിട്ടുന്നു, B.Ed പഠിക്കുന്നു. ഇതൊക്കെ ഈ മതത്തോടൊപ്പം കിട്ടാണ്. എന്താ നഷ്ടമില്ലാത്ത? എന്താ ഒരു നഷ്ടമില്ല. 4 വർഷമായപ്പോ എന്റെ കുട്ടി മരിച്ചു എന്ന് പറഞ്ഞാലും വാപ്പ പറയും അൽഹംദുലില്ലാഹ്, എന്റെ കുട്ടി ഖുർആൻ ഓതിക്കൊണ്ടിരുന്നപ്പോ മരിച്ചേ, എന്റെ കുട്ടി ഹദീസ് വായിച്ചുകൊണ്ടിരുന്നപ്പോ മരിച്ചേ, എനിക്കൊരു നഷ്ടമില്ല. ഒരു ഉപ്പ MBBS പഠിക്കാൻ വിട്ട ഒരു ഉപ്പ ഇങ്ങനെ കരഞ്ഞു. എന്താണെന്ന് വെച്ചാൽ ഒന്നും പഠിക്കാൻ വിടണമെന്നല്ലോ കേട്ടോ. ഞാൻ പറഞ്ഞൊരു അനുഭവം പറയാം. എന്റെ മോന് അറബിക് കോളേജിൽ പോകാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അവൻ ഡോക്ടറാകുന്ന ആഗ്രഹമായിരുന്നു. അങ്ങനെ അവനെ പറഞ്ഞു വിട്ടു. അവൻ കൂട്ടുകാരുമൊക്കെ യാത്ര പോയി അപകടം ഉണ്ടായി. അവന്റെ മയ്യത്ത് ഇങ്ങനെ 3 കഷ്ണം തുണിയിൽ ഇങ്ങനെ പൊതിഞ്ഞു വെച്ച് ആ മയ്യത്ത് ഇങ്ങനെ വീടിന്റെ മുറ്റത്ത് ഇങ്ങനെ വെക്കുമ്പോ ഉപ്പാന്റെ കരച്ചിൽ എന്താണെന്നറിയാം, എന്റെ മോൻ ആഗ്രഹിച്ചതിൽ എനിക്ക് പറഞ്ഞു വിടാൻ പറ്റിയിരുന്നു. അതായിരുന്നു എനിക്കൊന്ന് ആശ്വസിക്കാനെങ്കിലും ഉണ്ടായിരുന്നു. ഖുർആനും ഹദീസും ഒക്കെ പഠിക്കുന്നിടത്ത് ആ 4 വർഷങ്ങൾ അവന് ചെലവഴിക്കാൻ പറ്റിയിരുന്നില്ല. ഇപ്പൊ മരിക്കുമെന്ന് നേരത്തെ ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവനെ MBBS നിർബന്ധിക്കുമായിരുന്നില്ല, ഞാൻ അവനെ അതിന് പറഞ്ഞു വിടുമായിരുന്നില്ല. സഹോദരങ്ങളെ, അതൊക്കെ വഴിക്ക് വന്ന തിരിച്ചറിവുകൾ കൊണ്ടൊരു കാര്യമില്ല. ഞാൻ പറഞ്ഞത് ഈ അവസരങ്ങൾ എന്ത് ചെയ്യണം, ഇന്റർവ്യൂവിന്റെ ഒരു സമയമാണ്, അപേക്ഷിക്കേണ്ട സമയമാണ്. സമയം കളയാതെ എന്ത് ചെയ്യുക, മക്കളെയൊക്കെ ഒന്ന് ചോദിക്കുക, മക്കളോട് ഇങ്ങനെയൊക്കെ ഉണ്ട്, ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി എന്ത് ചെയ്യുക, അവരൊക്കെ പറഞ്ഞു വിടാം. നല്ല മക്കൾ, ഫുൾ A+ കിട്ടിയ മക്കൾ ദീൻ പഠിക്കട്ടെ. അപ്പൊ എന്തുണ്ടാവും, ആ ദീനിന്റെ വിഷയത്തിൽ അവർക്ക് വളരെ അവഗാഹമായി പഠിക്കാനും വളരെ ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാനും നാളെയുടെ തലമുറക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കാൻ നല്ല ഉള്ള ആളുകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ പുറത്തു തരുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ വന്ന തെറ്റുകുറ്റങ്ങൾ അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹു സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കട്ടെ. മാരകമായ എല്ലാ രോഗങ്ങളിൽ നിന്നും അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മാതാപിതാക്കൾക്ക് സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളായ മക്കളായി അല്ലാഹു വളർത്തിക്കൊണ്ടുവരുമാറാകട്ടെ. ആലിമീങ്ങളും ഹാഫിദീങ്ങളും ഒക്കെയാക്കി അല്ലാഹു നമ്മുടെ മക്കളെയും നമ്മയും ഒക്കെ ആ രംഗത്ത് ഉയർത്തിക്കൊണ്ടുവരുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.